സന്തോഷമായില്ലേ? ഞങ്ങൾ 100 വർഷമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. 100 വർഷമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇതിനു വേണ്ടി ഒത്തിരി ഓടി നടന്നതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് സാധിച്ചു. വളരെ സന്തോഷം. ഞങ്ങൾക്ക് 11 പേരുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് പണ്ടൊക്കെ ഞങ്ങൾ ഒരു വില്ലേജിൽ പോകാനോ ഒരു ബ്ലോക്കിലോ ഒരു അവസരം ഞങ്ങൾക്ക് നടക്കത്തില്ലായിരുന്നു. ഒരു സർക്കാർ ഓഫീസിന് എന്ത് ചെയ്യാൻ ഞങ്ങളെ ഒഴിച്ചു വിടുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് മാറി കിട്ടി. ചിലരുടെയൊക്കെ 100 വർഷത്തെ പ്രശ്നമാണ് പരിചയമായിരുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ വന്ന് പട്ടയം വാങ്ങിക്കുമ്പോഴേ ഈ മനുഷ്യരുടെ മനസ്സിലുള്ളൊരു വികാരം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ 58 വർഷമായതുകൊണ്ട് അതിനപ്പുറം നീണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൽ അവരുടെ മുൻ തലമുറയുടെ കാലത്ത് ചിലപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ വന്ന് വാങ്ങിച്ചൊരു അമ്മയുടെ വളരെ ചെറുപ്പകാലത്ത് തുടങ്ങിയതാണ് ഇതിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ഇടപെടലാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഭൂമിക്ക് അവകാശരേഖ നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും പട്ടയ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ, റവന്യൂ വകുപ്പ്, അതുപോലെ ജില്ല, അതുപോലെ MLA-മാരുടെ ഇടപെടൽ കേട്ടോ. ഈ റാന്നിയും കോന്നിയും ഈ വനനിയമങ്ങളുമായിട്ട് കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന് ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ വനമില്ലാതെ ഇരുന്നിട്ട് പോലും നമ്മുടെ ആറന്മുളയിൽ തെറ്റുപാറ കോളനിയിലാണ് 58 വർഷമായിട്ട് പട്ടയം ലഭിക്കുന്നില്ല. ഒരു ആവശ്യമില്ല. ഒരു ഫയലിൽ ഒരു കൊറി എഴുതി വിട്ടത്, ആ കൊറിയുടെ മേളിലേക്കാണ് പിന്നെ മുഴുവൻ ഫയലും വരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട റാന്നി MLA-യും അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനും ബഹുമാനായിട്ടുള്ള കോന്നി MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറും അവർ ഡൽഹിയിൽ പോയി. എന്നുവെച്ചാൽ MLA-മാർ തന്നെ ഇതിന് അത്ര ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളത്. പിന്നെ റവന്യൂ വകുപ്പിൻ്റെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നിരന്തരമായി റവന്യൂ അസംബ്ലി, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ പട്ടയ സെൽ, പിന്നെ ജില്ലയുടെ പൊതുവായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നുള്ള ഈ പ്രശ്ന പരിഹാരം, ഇതെല്ലാം ഇതിലൂടെയാണ് സാധ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് മനസ്സ് നിറയുന്ന സന്തോഷമാണ്. അത് എല്ലാവർക്കും നമുക്കിനിയും നമ്മുടെ റാന്നിയിലുള്ള ഒരു വലിയ ദീർഘകാലമായിട്ടുള്ള ഒരു പട്ടയത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് ബഹുമാനപ്പെട്ട MLA പറയും, അതും പരിഹാരത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ സർക്കാർ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ആരുടെ ഗവൺമെൻറ്റാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരമാണ് ഇത് പാവങ്ങളുടെ ഗവൺമെൻറ്റാണ്. ഏറ്റവും അധികം സങ്കടപ്പെടുന്നവരുടെ സർക്കാരാണ് ഇത് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് പട്ടയം സ്വീകരിച്ച മനുഷ്യരുടെ കണ്ണിൽ നിന്നും സ്വന്തം ഭൂമിക്ക് രേഖ ലഭിച്ചപ്പോൾ അവരിൽ നിന്നും വന്നിട്ടുള്ള സന്തോഷത്തിൻ്റെ കണ്ണുനീർ. പട്ടയ കാര്യങ്ങളിൽ സങ്കീർണമായ പട്ടയ പ്രശ്നമുള്ള ജില്ലയാണ് പത്തനംതിട്ട. ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം നൽകാൻ സംയുക്തമായ ശ്രമമുണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ പട്ടയ ഡാഷ്ബോർഡ്, പട്ടയ അസംബ്ലി, നിരന്തരമായി ഇക്കാലം ഇടപെടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ചുമതലകൾ, MLA-മാർ പങ്കെടുക്കുന്ന, ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന നിരന്തരമായ യോഗങ്ങൾ, അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ജില്ലയിൽ 258 പട്ടയങ്ങൾ, റാന്നി മണ്ഡലത്തിൽ നിന്നും 79 പട്ടയങ്ങൾ ഉൾപ്പെടെയുള്ള 258 പട്ടയങ്ങൾ ഇന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. ദീർഘകാലത്തെ കാത്തിരിപ്പാണ് ഇക്കാര്യത്തിൽ, പലരുടെയും കാര്യത്തിൽ നമുക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞത്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് റാന്നി മണ്ഡലത്തിൽ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട, നൊമാഡിക് വിഭാഗത്തിൽപ്പെട്ട അവർക്ക് ഇന്ന് നേരത്തെ 17 പേർ കൊടുത്തു. ഇന്ന് 23 പേർ കൂടി വനാവകാശ രേഖ നമുക്ക് നൽകാൻ കഴിഞ്ഞു. ഇനി അവർക്ക് വീട് നൽകാനും അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾ അതിവേഗം ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി നമ്മൾ നീങ്ങുകയാണ്. അതേപോലെ തന്നെ ദീർഘകാലത്തെ 64 വർഷമായി ആളുകൾ കാത്തിരിക്കുന്ന പെരുമ്പട്ടി പട്ടയവും എക്സ് സർവീസ്മെൻ കോളനി പട്ടയവും നൽകാനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പട്ടയം എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ആ ഭൂമിക്ക് മേലുള്ള അവൻ്റെ അവകാശമാണ്, അവൻ്റെ ജീവിത മുദ്രയാണ്. അത് നൽകാൻ കഴിയുക എന്നതാണ് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും പുണ്യമാർന്ന പ്രവൃത്തി. അതിനെ മുൻകൈയെടുത്ത റവന്യൂ മന്ത്രിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. റാന്നിയുടെ MLA നേതൃത്വത്തിൽ കേന്ദ്ര വനമന്ത്രിയെ തന്നെ നേരിട്ട് കാണുകയുണ്ടായി. വനം വകുപ്പിൻ്റെ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പരിശോധന കഴിഞ്ഞ അവസാന അനുമതി നൽകേണ്ട പട്ടയ പ്രശ്നങ്ങൾ ഇനിയും നമുക്ക് പരിഹരിക്കണം. അക്കാര്യത്തിലും സംസ്ഥാന സർക്കാർ തുടർന്നും കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു.